ഹലോ, അസ്സലാമു അലൈക്കും. അപ്പോൾ എന്തൊക്കെയുണ്ട് മക്കളെ, വർത്താനം സുഖം തന്നെയല്ലേ എല്ലാവർക്കും? നമ്മളിപ്പോൾ ഇന്നലെ ഇവിടെ പെരുന്നാൾ കഴിഞ്ഞപ്പോൾ നമുക്ക് ഇന്ന് ഇവിടെ ഇനി എന്താണെന്നറിയോ, രസവും പൊട്ടാട്ടോ ഉപ്പേരിയാണ് കേട്ടോ, പൊരിയൽ. അപ്പോൾ നിങ്ങളൊന്ന് കണ്ടു നോക്കി നമ്മളെങ്ങനെ രസം വെക്കണമെന്നുള്ളത്. അപ്പോൾ നമ്മൾ രസമാക്കണത് എന്താണെന്ന് വെച്ചാൽ, ബിരിയാണി തിന്നാൽ പിന്നെ വയറിനൊരു ബുദ്ധിമുട്ടല്ലേ. അത് എപ്പോഴാണെങ്കിലും നമ്മൾ ബിരിയാണി ആക്കിയാൽ പിന്നെ നമുക്കിവിടെ രസം തന്നെയാണ് ഇട്ടുണ്ടാകുക. രസം എന്തെങ്കിലും വല്ല പൊരിയൽ എന്തെങ്കിലും വെച്ചിങ്ങാണ്ട്. അപ്പം നിങ്ങളൊന്ന് കണ്ടു നോക്കി. രസത്തേക്ക് വേണ്ട വെളുത്തുള്ളിയും കുരുമുളകും ജീരകവും ഒക്കെ ഒന്നുണ്ട് മിക്സിയിൽ ഒന്നുണ്ട് ചതച്ച് കണ്ടെടുക്കട്ടെ കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾ പൊട്ടാട്ടോ ഇവിടെ പൊരിയൽ ചെയ്യാനുള്ളതാണ് ഇപ്പോൾ വെച്ചും കൊണ്ടിരിക്കുന്നത്. ആ എണ്ണ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ചിക്കൻ വറുത്തതിൻ്റെ എണ്ണ അവിടെ കുറച്ച് ഉണ്ടായിരുന്നല്ലോ ഇന്നലെ. അപ്പോൾ ആ എണ്ണ ഇനി ചിന്തി കളയാനാവില്ല എന്ന് കരുതിങ്ങാണ്ട് അതിൽ തന്നെ ഇതാക്കിയതാണ് കേട്ടോ. അതുകൊണ്ടാണ് ഇപ്പോൾ ആ എണ്ണ അങ്ങനെ കൂടുതലായിട്ട് നിൽക്കുന്നത്. അത്ര കൂടുതലൊന്നും ഇല്ലാണ്ട് പതച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ അതാ ചതക്കാനുള്ളതൊക്കെ ചതച്ചുങ്ങാണ്ട് അതിൻ്റെ ഇടയിൽ എടുത്തേക്കണ്. അതിക്ക് വേണ്ട ഉപ്പ് ഇട്ട് കൊടുത്തുങ്ങാണ്ടേ അത് നല്ലോണം ഇളക്കിങ്ങാണ്ട് അതവിടെ കേങ്ങ കണ്ടിട്ടാണ് മൂടി വെക്കണം. നമ്മൾ ഇതിലേക്ക് പച്ചമുളക് ഇതൊന്നല്ല ഇട്ടിക്കണം കേട്ടോ. ഇട്ടിക്കണത് ആകെ ഇതുള്ളൂ, കുറച്ച് മുളകും പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടി ഇട്ടിക്കണം. കാരണം മല്ലിപ്പൊടി ഇടും ഇതിൽ. അപ്പോൾ ഒരു ഇറച്ചിൻ്റെ ടേസ്റ്റാണ് കേട്ടോ ഈ പൊരിയൽ കൂട്ടുമ്പോൾ. എണ്ണ കുറച്ച് ജാസ്തിയായിപ്പോയി മക്കളെ. കോഴി പൊരിച്ച എണ്ണ അവിടെ കളയണ്ടെന്ന് കരുതി ഇങ്ങോട്ട് അത് കാട്ടിയത് കുറച്ച് കൂടുതലായിപ്പോയി. അത് ഞാൻ അങ്ങനെ വാർത്തെടുക്കുക വേല കഴിഞ്ഞിട്ട്. അതിൽ തുള്ളി വെള്ളമൊന്നും വെക്കൂല കേട്ടോ. അങ്ങനെ വെച്ചിങ്ങാണ്ട് ആവിക്ക് വെച്ച് മൂടി വേവിച്ചാണ്. അപ്പോൾ അതിവിടെ വന്ന് റെഡി ആയിക്കണ്. ഒന്നും കൂടി വേണം, അവിടെ ഇരിക്കട്ടെ. അപ്പോൾ എന്താ ഇവിടെ നോക്കുകയാണെ ഈ കുരുമുളകും ജീരകവും ഉപ്പും അതാദ്യം ഒന്ന് നല്ലോണം ഇതാക്കുക. എന്നിട്ട് പിന്നെ നമ്മൾ അടുത്ത് വെച്ച വെളുത്തുള്ളി അയക്കണ്ടിട്ട് അതൊന്നും ഇങ്ങോട്ട് അടിച്ചിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് ഇതായിക്കണം. അപ്പോൾ അതിക്ക് ആവശ്യത്തിനുള്ള പുളിയും തക്കാളിയും ഇതാണ് എടുത്ത് വെച്ചിരിക്കണം കേട്ടോ. ആകെ നമുക്ക് വേണ്ടത് ഇതിലേക്ക് തക്കാളിയും വെളുത്തുള്ളിയും ജീരകവും കുരുമുളകും ഉപ്പും പിന്നെ 2 മല്ലിയിലയും കൊത്തമല്ലി ചപ്പ് കറിവേപ്പിൻ്റെ ഇലയും പിന്നെ അതിക്ക് ആവശ്യത്തിനുള്ള ഉണക്കൽ മുളകാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. കുറച്ച് കടുകിട്ട് പൊട്ടിച്ചു. ഈ മുളകും അതിക്കണ്ടിടുക. കറിവേപ്പിൻ്റെ ഇലയും മുളകും കൈക്കിട്ടാണ്ട് നല്ലോണം മൂത്തിൻ്റെ ശേഷം നമ്മൾ ഈ ചതച്ച് വെച്ചിട്ടുള്ള കുരുമുളകും വെളുത്തുള്ളിയും ജീരകവും അതും അതിക്കണ്ടിട്ടാണ് നല്ലോണം വാട്ടുക. അപ്പോൾ അതവിടെ എടുത്ത് വെച്ചിരിക്കണം കേട്ടോ. അതിക്കണ്ടിടട്ടെ. കറിവേപ്പിൻ്റെ ഇല ഇട്ടു. ഇനി ചാച്ച വെച്ചു അതിക്കണ്ടിടുക. ഒന്ന് നല്ലോണം വാടിയിട്ടേ അത് കുറച്ച് മഞ്ഞൾപ്പൊടി, ഇനി ആവശ്യത്തിന് വേണ്ടിയ ഉപ്പ്. നമ്മൾ അരച്ചീൻ്റെ കൂടെ ഉള്ള ഉപ്പ് പോരാ, കുറച്ചും കൂടി ഉപ്പ് ഇടണം. അതിക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് നോക്കി കണ്ടിട്ട് അതവിടെ ശരിയാവും. മഞ്ഞൾപ്പൊടി നമ്മളൊരു 1.5 സ്പൂൺ ഇട്ടിട്ടുണ്ട്. നമ്മളെ സ്പൂൺ ചെറുതാണ്. കുറച്ച് കായപ്പൊടി, പെരുങ്കായത്തിൻ്റെ പൊടി, അത്ര തന്നെ ഉള്ളൂ. പക്ഷെ വയറിന് നല്ല സുഖീകാരം കേട്ടോ മക്കളെ. വയറിന് നല്ല ശോധന കിട്ടും, നല്ല ടേസ്റ്റാണ്. രസം കൂട്ടി ചോറും അതിക്കൊരു പൊരിയലും ഉണ്ടെന്നുണ്ടെങ്കിൽ വേറെ ഒന്നും വേണ്ട. നല്ല ടേസ്റ്റുമാണ്, തടിക്ക് നല്ലതുമാണ്. നോക്കാം നിങ്ങൾ നല്ലോണം വാടിയിരിക്കണം കേട്ടോ. കരിയാൻ വിടരുത് കേട്ടോ. എന്നാൽ വാടാതെ ഇരിക്കരുതെന്നെങ്കിലുള്ള അതിൻ്റെ ടേസ്റ്റ് ഉണ്ട് വരിക. നമ്മൾ ഇതാക്കി കൊണ്ടുവന്ന തക്കാളി അയക്കാണ്ടിട്ടു. ഒന്നും ചാച്ചിട്ടുള്ളൂ. അമ്മിമ്മലാണെന്നുണ്ടെങ്കിൽ സുഖമാണ്, പാകത്തിന് ചാച്ചെടുക്കുക. പക്ഷേ അമ്മിമ്മ ഇരുന്നുങ്ങാണ്ട് ചതക്കണം. അതിന് നമ്മളെ കൊണ്ട് കഴിയൂല ഇരിക്കാൻ, മടങ്ങിയിരിക്കാൻ വയ്യ മക്കളെ. അതുകൊണ്ടാണ് നമ്മളെ നാട്ടിലത്തെ മാതിരി തറമ്മലാണ് അമ്മയെന്ന് വെച്ചാൽ പിന്നെ ചെയ്യാം. അത് അങ്ങനെയല്ല, നിലത്താണ്. അപ്പോൾ അതുകൊണ്ട് അതിന് ഇരുന്നുങ്ങാണ്ട് ഇതാക്കാൻ കഴിയൂല. അപ്പോൾ രസത്തിൻ്റെ പണി അവിടെ അതിൻ്റെ കടർക്കലും വാട്ടലും വെള്ളം ഒഴിച്ചിലൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉപ്പ് കമ്മി ഉണ്ടാവും. ഉപ്പും കൂടി കണ്ടിട്ടു.
വെള്ളം ഇത് മതി കേട്ടോ. ഇനി ഒന്നും അങ്ങോട്ട് ഇതായി വരുമ്പോഴേ അതിക്കെല്ലാം മല്ലിച്ചപ്പ് നമ്മളിവിടെ അരിഞ്ഞ് വെച്ചിക്കണ്. തിളക്കാൻ വിടരുത് കേട്ടോ. രസം വെക്കുമ്പോൾ താത്ത രസം വെച്ച മാതിരി ഞാനും വെച്ചു, നന്നായില്ല കേട്ടോ എന്ന് പറയാൻ നിൽക്കരുത്. അതാ നോക്കിക്കോളി, തിളച്ചാൽ ടേസ്റ്റ് ഉണ്ടാവില്ല, പിന്നെ അതിന് പറഞ്ഞിട്ടും കാര്യം ഉണ്ടാവില്ല. അതാ ഈ തിളക്കുമ്പോൾ ഈ വെള്ളം ഇക്കാൻ പറഞ്ഞങ്ങാണ്ട് ആണ് മൂടി വെക്കുക. അത്ര തന്നെ ഉള്ളൂ. തള നല്ലോണം വരില്ല, തള ഇങ്ങനെ തുള്ളി തുള്ളി വരുമ്പോൾ തന്നെ കണ്ടില്ലേ, അത്ര തന്നെ ഉള്ളൂ. അപ്പോൾ എന്നും പറയണ മാതിരി തന്നെ എൻ്റെ മക്കളെ, നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. പുതിയതായിട്ട് ആരെങ്കിലും കാണുന്ന കൂട്ടുകാരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്നാണ് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് കണ്ടോളി. ഇതാ രസം കൂട്ടി കുറച്ച് ചോറാണ് വേവിച്ചട്ടെ, വയറൊന്നും ശരിയാകട്ടെ. നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയൊക്കെ തന്നെ ഉള്ളൂ. എല്ലാവർക്കും അസ്സലാമു അലൈക്കും.